ഞാൻ ഇന്നവരോട് കഥയാണ് പറയാൻ പോകുന്നത്. ആ കഥയുടെ പേരാണ് അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ടുപണ്ടുള്ള ദേശത്ത് ഒരമ്മയാട് ഉണ്ടായിരുന്നു. ആ അമ്മയാടിന് 5 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം അമ്മയുടെ തീറ്റപ്പേരാൻ പോവുകയായിരുന്നു. എപ്പോൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി, വേറെ ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കണ്ട. എപ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മ ഞങ്ങൾ എങ്ങനെ മനസ്സിലാവും? അമ്മയുടെ മറുപടി പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ട് പാടാം, ആ പാട്ട് കേട്ടിട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. എന്നിട്ട് ഈ പാട്ട് പാടി. കുഞ്ഞായ മക്കളെ, തലനീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നു അമ്മതൻ പൂക്കളെ, സാക്ഷാരിക്കുവൻ വാതിൽ തുറക്കുവൻ, സാക്ഷാ ജനനി ഉള്ളിൽ കിടത്തുവൻ. എന്നിട്ട് അമ്മയുടെ തിക്കുതരാൻ പോയി. കുഞ്ഞുങ്ങൾ വാതിൽ അടച്ചു സാക്ഷി എടുത്തു. വീടിനടുത്തുള്ള ഒരു വലിയ നാമമരത്തിന്റെ പുറകിൽ എന്നോട് കുളിക്കാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ കുളിക്കൻ വന്ന പാടി. പുന്നാര മക്കളെ, തലനീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നു അമ്മതൻ പൂക്കളെ, സാക്ഷാരിക്കുവൻ വാതിൽ തുറക്കുവൻ, സാക്ഷാ ജനനി ഉള്ളിൽ കിടത്തുവൻ. കുഞ്ഞുങ്ങൾ സാക്ഷരയ്ക്ക് വാതിൽ തുറന്നു. കുഞ്ഞുങ്ങൾ കുറുക്കനെ കണ്ട് ചെതറി ഓടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെ പിടിച്ച് ദൂരെ ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നല്ല പലഹാരം എടുത്ത് അമ്മ തിരിച്ചെത്തി. എന്നിട്ട് ഈ പാട്ട് പാടി. വാതിൽ തുറന്നില്ല. അമ്മയുടെ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നു. അമ്മയുടെ കുറുക്കന്റെ കാൽപ്പാട് കണ്ടു. മരത്തിന്റെ കാലത്ത് കൊടയാൻ ശരിയാണ്, അതിൽ ചവിട്ടിയിട്ടാണ് കുറുക്കൻ കയറിയത്. അമ്മ എന്ത് മനസ്സിലായി, എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചോന്നോടെ കുറുക്കനാണെന്ന്. കുറുക്കന്റെ കാൽപ്പാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയുടെ കുറുക്കന്റെ കാൽപ്പാട് പിന്തുടർന്ന് കുറുക്കനക്കുള്ള സ്ഥലത്തെത്തി. കുറുക്കൻ അമ്മേനെ കണ്ട് ഊതാൻ തുടങ്ങി. അമ്മേറ്റിൽ ഓടി വന്ന് കുറുക്കൻ്റെ ആടിൽ കുത്തി. കുറുക്കൻ്റെ ആട് പൊളിഞ്ഞു. കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വന്നു. അമ്മേരും കുഞ്ഞുങ്ങൾ ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, അപ്പോഴേക്ക് ഇതിൽ നിന്നാണ് മനസ്സിലായത്, മാതാപിതാക്കൾ പറയുന്ന കേട്ട് അനുസരിച്ച് വളരണം. നന്ദി.